ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തേത് എൻ്റെ ഒരു സിമ്പിൾ മോർണിംഗ് വ്ളോഗാണ്. കാലത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള വിഷ്വൽസൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ വെറുതെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കൂടി ഇഷ്ടമായെങ്കിൽ പറയാൻ ഒട്ടും മടിക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള ഡെയിലി വ്ളോഗാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കാലത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആസ്വദിച്ച ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയത്. ഇതെൻ്റെ ഒരു സ്ലോ മോർണിംഗ് ഡേ ആയിരുന്നു. എന്നും നേരത്തെ എണീറ്റാണ് കിച്ചണിൽ കയറുക. ഇന്ന് മനഃപൂർവ്വം ഞാൻ വൈകിയാണ് കിച്ചണിൽ കയറിയത്. എന്നും ഒരേപോലെ ആയാൽ ഒരു രസം ഉണ്ടാവില്ല. ഇടയ്ക്ക് വൈകി എണീക്കും, ചിലപ്പോൾ എപ്പോഴും എണീക്കുന്നതിനേക്കാൾ നേരത്തെ എണീക്കും. എല്ലാം ഒരു ചേഞ്ചിന് വേണ്ടിയാണെന്നാണ് ഞാൻ എന്നെ തന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കാറ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഒരു സാധാരണ വീട്ടമ്മമാരുടെയും ചില ചിന്താഗതികളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ മുതലാളിയും തൊഴിലാളിയും ഒക്കെ നമ്മൾ തന്നെ ആയതുകൊണ്ടും ആർക്കു മുമ്പിലും ഒരു കാര്യവും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വലിയൊരു മനസ്സമാധാനം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂട്ടുകുടുംബത്തിലാണെങ്കിൽ നടക്കില്ല കേട്ടോ. അവിടെ എന്നും ഒരുപോലെ ആയിരിക്കും കാര്യങ്ങൾ. കൃത്യമായിട്ട് ഓരോന്നും ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒത്തുചേർന്നത് അതൊരു നല്ല രസം തന്നെയായിരിക്കും. എപ്പോഴും എല്ലാവരും ഒപ്പം ഉണ്ടാവും, ബോറിങ്ങും ഉണ്ടാവില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തലേന്ന് അരി അരച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇന്ന് ടെൻഷൻ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ലേറ്റായി കിച്ചണിൽ കയറിയത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി, ചട്നി സെറ്റാക്കണം, ഇക്കാക്ക് കഴിക്കാനൊക്കെ കൊടുത്ത്. മോൾക്ക് ഇന്ന് സ്കൂളില്ല. ഇങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് എനിക്ക് സമാധാനമായിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റാറ്. അങ്ങനെ വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അന്ന് ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ച ഡ്രാഗൺ പ്ലാന്റ് ഒക്കെ മാഷാ അല്ലാഹ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ ഷോർട്സിന് വേണ്ടി എടുത്തതായതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ഇതിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്ളോഗിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. ഷോർട്സിനാവുമ്പോൾ ഇത്രയും വലിയ വ്ളോഗ് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, അവരാരും ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനും ഒക്കെ അടിസ്ഥാനപരമായിട്ടിരിക്കും നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിങ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരോടൊക്കെ ഇന്നും പറയുന്നത് പോലെ ഒരുപാട് താങ്ക്സ്. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മോനെ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അവൻ ഉറങ്ങി എണീറ്റതൊന്നും ശരിയായിട്ടില്ല. പുറത്ത് പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അതൊക്കെ വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം. ഓക്കെ, ബൈ.